അയോധ്യയിൽ മാത്രമല്ല, ദേ ബദ്രിനാഥ് ക്ഷേത്രത്തിലെ സംഭാവനകൾ സംഘികൾ അടിച്ചെടുത്തുകൊണ്ട് പോയി. ക്ഷേത്രത്തിലെ പുറം ചെലവുകൾ എന്ന പേരിൽ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തികളൊക്കെ വരുമ്പോൾ VIP ഡ്യൂട്ടിയുടെ ഭാഗമായി അവർക്ക് ഹെലികോപ്റ്റർ, അവർക്ക് താമസ സൗകര്യം, അവർക്ക് വേണ്ട ആഡംബര ഫുഡെല്ലാം ക്ഷേത്രത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന സംഭാവനയിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു എന്ന പേരിൽ കള്ളക്കണക്കെഴുതി മൊത്തം സംഘി ട്രസ്റ്റുകാർ അടിച്ചുകൊണ്ട് പോയി എന്ന വിവരം സംഘികളുടെ പുണ്യസ്ഥലമായ UP നിന്ന് പുറത്തേക്ക് വരുന്നു. അയോധ്യയ്ക്ക് പിന്നാലെ ഉണ്ടല്ലോ ബദരിനാഥ് ക്ഷേത്രത്തിലും സംഭാവനക്കുള്ള എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കാണിക്കയായി ലഭിച്ച പണം വകമാറ്റി വിനിയോഗിച്ചു. ഇക്കാര്യത്തിൽ ക്ഷേത്ര കമ്മിറ്റി അന്വേഷണം നടത്തും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് പങ്കുള്ള ക്ഷേത്രമാണ്. അത് ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. അവിടെ വരുന്ന സംഭാവനകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോഴും ഞാൻ സുഭദ്രയായിട്ടിരുന്ന് പണം അടിച്ചുകൊണ്ട് പോവുക, അതിൽ ഭേഷ തിന്നുക, ജോലി എടുക്കാതിരിക്കുക, ആ നാട്ടുകാരുടെ വിയർപ്പ് പണത്തെ ഭക്തിയുടെ പേരിൽ പിരിച്ചെടുത്ത് ഭേഷ പുട്ടടിച്ച് ഞങ്ങൾ ആഡംബര ജീവിതം നയിക്കും, കഷ്ടപ്പെട്ട് വ്രതവും എടുത്ത് നൊയമ്പ് നോറ്റ് വരുന്ന പാവപ്പെട്ട ഭക്തരുടെ പണം മുഴുവൻ എങ്ങനെയാണ് സംഘികൾ വസൂലാക്കി കൊണ്ടുപോകുന്നു എന്നതിന്റെ അടുത്ത ഉദാഹരണമാണ്. അയോധ്യയിൽ നിന്ന് 5000 കോടിയാണ് അടിച്ചുകൊണ്ട് പോയത്. ക്ഷേത്രം ട്രസ്റ്റിയായിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിയമിച്ച വിശ്വഹിന്ദു പരിഷത്തിന്റെ ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവർ അടിച്ചുകൊണ്ട് പോയതിന് പിന്നാലെയാണ് ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൻതോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ ആചാര സംരക്ഷകർ കഴിഞ്ഞ കുറച്ചു കാലമായി ചരമമടഞ്ഞു പോയോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകുകയാണ്. അയോധ്യയിലെ വെള്ളിക്കട്ട 5000 കോടി രൂപയുടെ സംഭാവനക്കൊള്ള അരങ്ങേറി, അല്ലെങ്കിൽ അതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് തന്ത്രിയും പോറ്റിയും ചേർന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയപ്പോൾ വികാരം പൊട്ടി ഒലിച്ച് ഹിന്ദുവിന്റെ സമ്പത്തിതാ പോകുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്ന ശശികലമാരും കുമ്മനം രാജശേഖരന്മാരും ഹിന്ദു സംഘടനകളൊന്നും ഇപ്പൊ വാ തുറക്കുന്നില്ല. ഉണരൂ ഹിന്ദു ഉണരൂ, നിങ്ങളുടെ പണം ഇതാ സവർണ ഹിന്ദുക്കൾ കട്ടുകൊണ്ടുപോയി തിന്നുന്നു, ഉണരൂ ഹിന്ദു ഉണരൂ. ഇവിടത്തെ പാവപ്പെട്ട പിന്നോക്കക്കാരനായിട്ടുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് അവർ സമ്പാദിക്കുന്ന പണത്തെ കൊണ്ടുവന്ന് ദേവന് സംഭാവന കൊടുക്കുമ്പോൾ അത് അടിച്ചുകൊണ്ട് പോയി സവർണ ഹിന്ദുക്കളുടെ തറവാട്ടിൽ കൊണ്ടുപോയി അവർ അവരുടെ കുടുംബജീവിതം വിശാലമായി നയിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഹിന്ദു ഉണരൂ എന്ന് പറയാൻ ഇവിടെ ആചാര സംരക്ഷകരെ കാണാനില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള വന്നാൽ മാത്രം അതിൽ ഒരു ദേവസ്വം ബോർഡ് ഉള്ളത് കൊണ്ട് വല്ലാത്ത ചൊറിച്ചിലുണ്ടാകും. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമുണ്ട്, കൃത്യമായ ഓഡിറ്റ് ഉണ്ട്. ട്രസ്റ്റുകൾ നിർമ്മിച്ചു വെച്ച് യാതൊരു ഓഡിറ്റും ഇല്ലാതെ ഹിന്ദുക്കളുടെ പണം അവിടെ സംഭാവന എന്ന പേരിൽ പിരിച്ചെടുത്ത് അടിച്ചുകൊണ്ട് പോയി ട്രസ്റ്റിന്റെ ചെയർമാന്റെ ഡ്രൈവർ വരെ 50 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയതിനു ശേഷം ഓട്ടോറിക്ഷ ഓടിച്ചുണ്ടാക്കി എന്ന് പറയുന്ന വിസ്മയം അരങ്ങേറുമ്പോൾ എവിടെയാണ് നമ്മളുടെ ആചാര സംരക്ഷകർ? ഹിന്ദു, നിങ്ങൾ മറുപടി പറയൂ. സംഘികളോട് ഇതിനെക്കുറിച്ച് ചോദിക്കൂ. ദേവന്റെ സ്വത്തും ദേവന്റെ അമ്പലങ്ങളെല്ലാം സംരക്ഷിക്കാൻ നടക്കുന്നവന്മാർ അതിന്റെ പിന്നാമ്പുറത്തിരുന്ന് അയോധ്യയിലും ബദ്രിനാഥ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഈ കൊള്ള അരങ്ങേറിയപ്പോൾ കേരളത്തിലെ ഹിന്ദു വികാരം ഉണരാതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? പരമാവധി പൊതിഞ്ഞു പിടിക്കുന്നു. അതായത് കേരളത്തിൽ ഒരു ദേവസ്വം ബോർഡ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും വിജിലൻസ് അന്വേഷിക്കുന്നു, പ്രതികളെല്ലാം അറസ്റ്റിലാകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വന്ന് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഇന്ന് വിട്ടുതരൂ, ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അയോധ്യയിലും ബദ്രിനാഥിലും അവിടുത്തെ ട്രസ്റ്റുകൾ കൊള്ള നടത്തുമ്പോൾ ആചാര സംരക്ഷകരായിട്ടുള്ള ഹിന്ദുക്കൾ വാ തുറക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ മിണ്ടുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാര്യം ശബരിമലയിൽ വരുന്ന നടവരുമാനമാണ് പ്രശ്നം. ഇവിടെ വരുമാനമില്ലാത്ത 100 കണക്കിന് ക്ഷേത്രമുണ്ട്. അതിന്ന് തരൂ എന്ന് ഒരു ഹിന്ദുവും പറയുന്നില്ല, അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കുന്നതുമില്ല. ഇവിടത്തെ വരുമാനം അതെങ്ങനെയും കുടുംബത്തിൽ കൊണ്ടുപോകണം. ആ ലക്ഷ്യമാണ് അയോധ്യ ട്രസ്റ്റ് പോലെ, ബദരിനാഥ് ട്രസ്റ്റ് പോലെ ഇവിടെ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ അനുമതി തരൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ഹിന്ദുക്കളൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങൾ, അത് അയോധ്യയിലെ രാമനെ ആകട്ടെ അല്ലെങ്കിൽ ബദ്രിനാഥിലെ ആ ക്ഷേത്രമായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ വിഗ്രഹത്തിന്റെ പിന്നിലിരുന്ന് സംഭാവന അടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർ, അമ്പലക്കള്ളന്മാർ അതാരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്.